പ്രവൃത്തികൾ തുടങ്ങി 4 ആഴ്ച പിന്നിട്ടിട്ടും എടപ്പാൾ ടൗണിൽ ജൽജീവൻ മിഷൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ ചാലുകീറിയ ഭാഗങ്ങൾ ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തി. പത്ത് ദിവസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ധാരണയിലാണ് 4 ആഴ്ച മുൻപ് എടപ്പാൾ ടൗണിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാറുകാരൻ ചാല് കീറി തുടങ്ങിയത്. കുറ്റിപ്പുറം റോഡിൽ മേൽപ്പാലത്തിൻ്റെ ബൈപ്പാസ് റോഡിലൂടെയുള്ള ഭാഗങ്ങളിൽ ചാല് കീറി പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ടൗണിലെ ഗതാഗതക്കുരുക്കിന് തടസ്സമുണ്ടാകാതിരിക്കാൻ രാത്രി മാത്രമാണ് പ്രവൃത്തികൾ നടത്തിയിരുന്നത്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ 3 പ്രാവശ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഇ പ്രകാശിൻ്റെ നേതൃത്വത്തിൽ എടപ്പാൾ വാട്ടർ അതോറിറ്റി അധികൃതരെ സമീപിച്ചിരുന്നു. ഇതിനിടയിൽ എടപ്പാൾ ടൗണിൽ കുഴിയെടുത്ത് പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ഇത് വ്യാപാരികളെയും യാത്രക്കാരെയും സാരമായി ബാധിച്ചു. വ്യാപാരികൾ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റിയിൽ എത്തിയതോടെ 10 ദിവസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് കരാറുകാരൻ എഇക്ക് ഉറപ്പ് നൽകിയെങ്കിലും ടൗണിലെ ഒരു ഭാഗത്തെ പ്രവൃത്തികൾ തീർത്ത് കുഴി മൂടാൻ 2 ആഴ്ചയെടുത്തു. അടുത്ത ദിവസം തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കുഴിയെടുത്തതോടെ വീണ്ടും ഗതാഗതക്കുരുക്ക് അസഹനീയമായി മാറി. ഇതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതരും കരാറുകാരൻ്റെ പ്രതിനിധിയും രംഗത്തെത്തിയതോടെ വ്യാപാരികൾക്കൊപ്പം ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തിയത് വാക്കുതർക്കത്തിനിടയാക്കി. ഒടുവിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ സ്ഥലങ്ങൾ അടിയന്തരമായി ടാർ ചെയ്യാനും ടൗണിൽ അവശേഷിക്കുന്ന മറ്റു പ്രവൃത്തികൾ 19-ാം തീയതിക്ക് മുൻപ് പൂർത്തിയാക്കി 20-ന് ടാറിംഗ് നടത്താനും തീരുമാനമായി. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.